ഞാൻ ചന്ദ്രൻ. ഞാൻ ഡോക്ടർ രഘുറാം. ഗൾഫില് എവിടെ വെച്ചാ നമ്മള്? ഗൾഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരാഗ്രഹം എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ ഗൾഫുകാർ കാരാഗ്രഹ ജീവിതം നയിക്കുന്നവരാണല്ലോ. ആ അർത്ഥത്തിൽ ഞാനും ഒരു ഗൾഫുകാരനാ. അക്കരെയല്ല, ഇക്കരെയായിരുന്നു എന്റെ കാരാഗ്രഹവാസം. മനസ്സിലായില്ല. ജയിലിലായിരുന്നു. ഇത് വരുന്ന വഴിയല്ല, വന്നിട്ട് കുറച്ചു ദിവസമായി. ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് ഐശ്വര്യമായി വലതുകാലം വെച്ച് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം? നിന്നോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയേണ്ടത്? ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടല്ല. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നിന്റെ ആ ബാല്യകാല സഖിയില്ലേ ഇന്ദിര, അവളുടെ ഭർത്താവാണ് ഞാൻ. നീ കാരണം ആശുപത്രിയിൽ കിടന്നില്ലേ, അതെന്റെ മകളാ. പഴയ പ്രേമവും പറഞ്ഞ് ഇനി അവളുടെ പുറകെ എങ്ങാനും വന്നാൽ അത് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഓക്കേ? വീണ്ടും കാണാതിരിക്കാൻ. ആരാത്? ഞാനാ, ചന്ദ്രൻ. പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ? പഴയ പ്രേമത്തിന്റെ കണക്ക് പറഞ്ഞ് കയറി വന്നതല്ല. കാണരുത് വരരുത് എന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് വന്നപ്പോ എന്നാ പിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പറഞ്ഞിരുന്നു ഭർത്താവ് മരിച്ചുപോയിന്ന്. മരിച്ചവരാരും ഇന്നുവരെ തിരിച്ചു വന്നിട്ടില്ല. സിനിമയിലൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ ജീവിതത്തിലും അത് കണ്ടു. വന്നിരുന്നു എന്നെ കാണാൻ നിന്റെ മരിച്ചുപോയ ഭർത്താവ്. ജയിലിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ മുഖത്ത് കണ്ട ഭാവം എന്താണെന്ന് മനസ്സിലായി. പേടിയുണ്ട് അല്ലേ? അപ്പൊ മരിച്ചുപോയി എന്ന് പറഞ്ഞത് മനസ്സിൽ നിന്നായിരിക്കും. വാതിലടച്ചേക്ക്. പുരമനയിൽ ചന്ദ്രൻ അകത്തുണ്ടോ? ഇല്ല. ഇല്ലെന്നറിയാം, അതുകൊണ്ട് തന്നെയാ വന്നത്. എന്തേത്? ആരാ നിങ്ങള്? ധൃതി വെക്കാതോ, വന്ന് കയറിയതല്ലേ ഉള്ളൂ. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. വേണ്ട, ബഹളം വേണ്ട. ഞാൻ രഘുറാം, ഡോക്ടർ രഘുറാം. നീ ഏത് ഡോക്ടറല്ലെന്താ വീട്ടിൽ കയറി ഒന്ന് പോക്കൃതരം കാണിക്കുന്നു? നിനക്കെന്താ വേണ്ടത്? ഈ കുടുംബം. കുടുംബോ? ഈ നിരന്ന് നിൽക്കുന്ന കളർഫുൾ ഐറ്റംസ് അടക്കമുള്ള ഈ കുടുംബം എന്താ തരാൻ പറ്റുമോ?
എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. ആണത്തം കാണിക്കാൻ വന്നോണ്ടല്ലോ, അറക്കും ഞാൻ നായ. ആരാ നിങ്ങള്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങളല്ല, അവൻ ഈ കുടുംബത്തിലെ മൂത്ത ഏട്ടൻ. അവനോട് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ അവനതങ്ങ് കാറ്റി പറത്തിയിട്ട് എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും കാവലടക്കുക ആ പന്നി. അപ്പൊ പിന്നെ അതങ്ങ് ബാലൻസ് ചെയ്യാൻ ഇവിടെ കേറി വന്ന് ഞാനും ഒന്ന് കൂത്തെടുക്കാൻ പോവാ. വേണ്ട, ഈശ്വരനെ വിചാരിച്ച് എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുതേ, ഒന്നും ചെയ്യല്ലേ. ഓക്കെ, ഇന്നത്തേക്ക് ഒരു തവണ. അതിനപ്പുറം അവൻ എന്റെ പെണ്ണിന്റെ പരിസരത്തെങ്ങാനും വന്ന ഇല്ല, ഇതിൽ വേണ്ട, വരില്ല. എന്റെ അടുത്ത് വേണ്ട ഈ കളി. കൊന്നു ശീലമുള്ളവനാ ഞാൻ. പച്ചച്ചോരയുടെ മണം എനിക്കൊരു ഹരമാ. അതുകൊണ്ട് പറഞ്ഞേക്കണം പൊന്നു മോനോട്, വേണ്ടാന്ന്. വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. ഓക്കേ? അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് വയ്യേ ഈശ്വരാ. അമ്മേ, ഗണേശ, എന്ത് പറ്റിയ അമ്മാവ? എന്താ ഇതൊക്കെ? എന്താടാ ചെയ്തു? അത് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടത്. എന്താ ഇതൊക്കെ? അമ്മ, എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? വാ തുറന്ന് ആരെങ്കിലും ഒന്ന് പറ, എന്താ ഞാൻ ഉണ്ടായത്? പറയാം. ഏട്ടനിപ്പോ കാവലടക്കണ പെണ്ണില്ലേ, അവളുടെ കെട്ടിയവന്ന് കാട്ടിക്കൂട്ടിയ പരാക്രമമാണ് ഇതൊക്കെ. ഞാനടക്കം ഈ കുടുംബത്തിലെ എല്ലാവരും അളിയനെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് അളിയന്റെ പേരും പറഞ്ഞൊരു തെമ്മാടി വീട്ടിൽ കയറി വന്ന് വീട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയാന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാനാവും? ദേ, ഇതിനെ അവൻ കൊന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനല്ല ഞാൻ എന്റെ മക്കളെ വളർത്തുന്നത്. ഇവിടെ എല്ലാവർക്കും ഈ ഏട്ടൻ വലുതായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മാനോ വലുത്. ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്ന് പറഞ്ഞു വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ പ്രശ്നം ഉണ്ടായപ്പോഴേ ഇത് നമുക്ക് വേണ്ട ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. അതൊന്നും വകവെക്കാതെ പിന്നെ ആ പെണ്ണിന്റെ പിറകെ പോയത് എന്തായാലും മോശമായി പോയി. ഇത്രയൊക്കെ കേട്ടിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? 4 ദിവസം ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണിനെ നിനക്ക് ആലോചിച്ചപ്പോ അത്രയ്ക്ക് മോശക്കാരനല്ല നീ എന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ചവളാ ഈ അമ്മ. എന്നിട്ടിപ്പോ ഒരു മകളും ഭർത്താവും ഉള്ള ഒരുത്തിയുടെ പുറകെ, അതും അവൾക്ക് കാവല് കിടക്കാൻ. അത്രയ്ക്ക് മോശക്കാരനായോ നീ? ഈ കുടുംബത്തിന്റെ സന്തോഷ വലുതെന്ന് പറഞ്ഞ് നടന്നിട്ട് നീ ആയിട്ട് തന്നെ അത് നശിപ്പിക്കുക. നിങ്ങൾ എല്ലാരും കൂടെ എന്തായി പറയണേ? നശിപ്പിക്കേ ഇല്ല. അവിടെ പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് കാവൽക്കാരനായിട്ടല്ല. അങ്ങനെ കാവൽ കിടന്നൊരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ അത് എന്നെ ആകാമായിരുന്നു, നല്ല പ്രായത്തില്. ഓ, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. ഇതൊരു തരം കോംപ്ലക്സാ. എല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കോംപ്ലക്സ്. ശിവ, നീ ആരോട് സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? നീ ഇതിൽ ഇടപെടണ്ട. നീയൊക്കെ കൂടിയിട്ടുള്ള ഒത്തുകളി അതൊക്കെ. ശിവ, പറയുന്ന വാക്ക് വഴിതെറ്റിപ്പോയാ പിന്നെ അത് തിരിച്ചെടുത്ത് മായ്ച്ചു കളയാൻ നീയൊക്കെ ഇത്രയും പ്രായം വരെ ഇനിയും ജീവിച്ചാലും മതിയാവില്ല. വേഗത കൂടിയ കാലമായതുകൊണ്ട് എല്ലാം പെട്ടെന്നാണെന്ന് മനസ്സിലായി. എത്ര കാലം സന്തോഷിച്ചു എന്നുള്ളതല്ല, ഏത് നിമിഷം ദുഃഖിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇനി അവനെ പോലെ ഒരുത്തൻ ഈ വീട്ടിൽ കയറി വരാതിരിക്കാൻ നോക്കാം. അപ്പോഴും ഉറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തൊരു വാക്കിന് മുമ്പിൽ കഴുത്തി നീട്ടി കൊടുക്കാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. ഉറപ്പില്ലാന്നേ പറയാൻ പറ്റൂ. അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഒരു കാറ്റിന്റെ ഇടയിലാ മനുഷ്യന്റെ ജീവിതം. എല്ലാവർക്കും ഉറപ്പ് വന്ന് കാവലിരിക്കുന്നിടയ്ക്ക് ഇതങ്ങ് തീർന്നു പോയാലോ? ചത്തു കിടക്കുമ്പോ ശവത്തെ നോക്കി പറയില്ലേ നിങ്ങളൊക്കെ വാക്ക് തെറ്റിച്ചെന്നാ വീണെന്ന്? ഇതൊക്കെ ഓരോ ന്യായങ്ങളാ. അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ അങ്ങനെ ആയിക്കോ. ഞങ്ങൾ ആരും അതിന് തടസ്സം നിൽക്കില്ല. ഇനിയും ഇങ്ങനെ സംഭവിക്കില്ല എന്നൊരു ഉറപ്പില്ലെങ്കിൽ പിന്നെ കുടുംബവും കുട്ടികളോട് നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. വിഹിതമായിട്ട് വല്ലതും തരാനുണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്കാം. വേണ്ടമ്മേ, ഇത്രടം വരെയൊക്കെ എത്തിയല്ലേ? എന്നാ നിക്കേ. ചന്ദ്രേട്ടാ, അവരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഇടാ, ഞാൻ അറിയാത്തൊരു കാര്യത്തിന് ഏതോ ഒരു തെമ്മാടി കയറി വന്ന് ചെറ്റത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ പേര് ഞാൻ ഇവർക്ക് അന്യനായി പോയി പിന്നെ പിന്നെ പോട്ടെന്ന് വെക്കും. ചന്ദ്രേട്ടാ,
എടുത്തോ. ആർക്കൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ വീതിച്ചെടുത്തോ. വസ്തുവിന്റെ പ്രമാണമല്ല, അച്ഛന്റെ മരണക്കുറിപ്പാ. പിന്നെ ഒരു ചൂരൽ വടിയും. അനിയന്മാരെയൊക്കെ നന്നായിട്ട് വളർത്താൻ ഏൽപ്പിച്ചിട്ട് പോയതാ. എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. വിഹിതമായിട്ട് ഇത്രേ തന്നിട്ടുള്ളൂ. പിന്നെ സമ്പാദ്യമായിട്ട് സൂക്ഷിക്കാൻ അച്ഛൻ തന്നത് ഇത്തിരി സ്നേഹ. അത് എല്ലാവർക്കും പാകത്തിന് അങ്ങോട്ട് വീതിച്ച് തന്നിട്ടുണ്ട് ചന്ദ്രൻ. ഇനി ഇത് രണ്ടുമല്ല, ഈ കാണുന്നതിൽ നിന്ന് വിഹിതം പറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ഞാൻ അക്കരെ പോയി ഒറ്റയ്ക്ക് ഇന്ന് കണ്ണീരും വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഇതിൽ നിന്നൊരു തരി ഒരുത്തനും കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. പിന്നെ ഞാൻ കാരണം ഉണ്ടായത് ഞാനായിട്ട് തീർത്തോളാം. അതിന്റെ പേരിൽ ഇവിടെ ആരും ഒരുത്തന്റെ കത്തിത്തുമ്പിൽ തല വെച്ച് കൊടുക്കണ്ട. നിനക്കും മകൾക്കും എന്നെ കാണുന്നതേ അറപ്പാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി എനിക്കങ്ങോട്ട് വെറുക്കാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടല്ലല്ലോ 5-8 വർഷം ഞാൻ അകത്ത് കിടന്നത്. ഒക്കെ ഓരോ നിമിത്തങ്ങളാ. പണ്ട് നിന്റെ ആ പഴയ കാമുകന്റെ പ്രേമലേഖനം നിന്റെ തന്തപ്പടിക്ക് കിട്ടിയതും അതോടെ തീറ്റിപ്പോറ്റാൻ ത്രാണിയുള്ള ഒരുത്തിനെ അന്വേഷിച്ച് നാട് വിട്ടതും അവിടെ വെച്ച് തളർവാദം പിടിപെട്ട ആ തന്തപ്പടി ഈ രഘുറാമിന്റെ പേഷ്യന്റ് ആയതും ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഈ മകളെ നിറഞ്ഞ മനസ്സോടെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതും എല്ലാം നിമിത്തങ്ങളാ. ഞാൻ ഇവിടെ വന്ന് ഈ വാതിലിൽ കൊട്ടിയപ്പോ നീ ആവേശത്തോടെ വാതിലോർന്നത് ആ പഴയ കളിക്കൂട്ടുകാരനാണെന്ന് വിചാരിച്ചായിരിക്കും. ഇല്ലടി, അവൻ ഇനി ഈ പരിസരത്ത് വരില്ല. അതിനുള്ളൊരു ഡോസ് അവന്റെ തറവാട്ടിക്കറി ചെന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് എന്തൊരു നിപ്പ തള്ളേമോളും? ഒരുപാട് കാലത്തിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. പണ്ടേ മറന്നതാ ഞാൻ ഈ മുഖം. കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിക്കാൻ ഇനി കയറി വരരുത്. ഞാനും എന്റെ മോളും എത്ര മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെ. ഞങ്ങളെ ശല്യം ചെയ്യരുത്. ഇതുണ്ടാവുമ്പോഴല്ലേ ഞാൻ നിനക്ക് ശല്യക്കാരനാവുക. എനിക്ക് വേണ്ടത് നിന്നെയാ. അതിന് ഇതൊരു തടസ്സമാവുകയാണെങ്കിൽ കൊന്നു തള്ളും ഞാൻ. ഇതൊരു മുന്നറിയിപ്പാ. ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാനായിരിക്കും. കഴുത്തിൽ താലി കെട്ടിയവന്റെ അവകാശം അത്. അതിനെങ്ങാനും തടസ്സം നിന്നാ വേണ്ട. വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. ഓക്കേ? എനിക്ക് പേടിയാവണു. അച്ഛൻ നമ്മളെ കൊല്ലും. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. വീട് വരണം. അച്ഛൻ എന്നെ കൊല്ലും. ആരും ഒന്നും ചെയ്യില്ല. അവൻ അകത്തുണ്ടെങ്കിൽ ഒന്ന് കാണാമെന്നതാ. വാതിൽ തുറക്ക്. നിന്റെ ഭർത്താവ് എവിടെ? ഇവിടെ ഇല്ല, പോയി. ഞാൻ ഇങ്ങോട്ടെത്താൻ ഇത്തിരി വൈകി. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്റെ പെറ്റമ്മയുടെ കൂടപ്പിറപ്പുകളുടെ സന്തോഷ. ആ സന്തോഷം കെടുത്താൻ ഇനിയെങ്ങാനും അവൻ ആ മുറ്റത്ത് കാലുകുത്തിയാൽ പിന്നെ കാലുണ്ടാവില്ല. അത് അവനോട് പറഞ്ഞേക്കണം. ആണത്തം കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചന്ദ്രനോളമല്ല ഒരുത്തനും. നീ എന്താ ഒറ്റയ്ക്ക് പുറത്തിരിക്കുന്ന? തിരിച്ചു പോയാലൊന്ന് ആലോചിക്കുകയാണ് ചന്ദ്രേട്ട. പെറ്റുമാനെ കണ്ടൊരു ഓർമ്മയുള്ള എനിക്ക്. കൂടപ്പിറപ്പുകളും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണതിന്റെ സുഖം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ പോകുന്നത്.
എന്നിട്ടിപ്പോ ഇവിടെയും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ അതിന് നല്ലത് അക്കരെ തന്നെയാ. എന്താടാ? അവരൊക്കെ പോയി ചന്ദ്രേട്ട. പോവേ? സേതുവിന്റെ വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട ചന്ദ്രേട്ടൻ ഈ വീട്ടിൽ ഒറ്റക്കാവുന്നത് കാണാൻ ഒരു വിഷമം. പോവായിരുന്നില്ലേ? കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് കഴിയണ മക്കളുടെ കൂടെ പോവായിരുന്നില്ലേ? ആർക്കും പോവാം. അങ്ങനെ ആരോ ഒരാളല്ലടാ ഞാൻ. നീ എന്ത് ചെയ്താലും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാ ഞാൻ. നൊന്ത് പ്രസവിച്ച അമ്മ ലോകത്തിൽ ഏതൊരു അമ്മയ്ക്കും പറയാനുള്ള ന്യായം അത്. ഒരു നോവിന്റെ ന്യായം. സകലത് സഹിച്ച് ഈ പ്രായം വരെ വളർന്ന മക്കൾക്ക് തിരിച്ചങ്ങോട്ട് പറയാൻ ഏത് നോവിന്റെ ന്യായം അമ്മ ഉള്ളത്? ചന്ദ്രേട്ടാ, ജോസോ വാ. എങ്ങനെയുണ്ട് അപ്പച്ചനെ? ആശുപത്രി തന്നെയാ. കുറച്ചു ദിവസം കൂടി കിടക്കേണ്ടി വരും. നീ ഇരിക്കെ. ചന്ദ്രേട്ടാ, കാശ് എടുക്കാനാണെങ്കിൽ വേണ്ട. കാശ് മേടിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഇവിടെ ഒറ്റയ്ക്കായി പോയെന്ന് പറഞ്ഞു കേട്ടപ്പോ സഹിച്ചില്ല. കൂട്ടുകിടക്കാൻ വേണ്ടി വന്നാ ഞാൻ. ഒറ്റയ്ക്ക നമ്മള് ഗൾഫുകാർക്ക് ഇതൊക്കെ ശീലമല്ലടാ. ഭാഷ അറിയില്ല, പോലീസിനെ പേടിക്കണം, കയ്യിലൊട്ട് കാശുമില്ല. 3-4 കൊല്ലം നിന്റെ മുറിയിൽ എനിക്ക് ഊണും ഉറക്കവും തന്ന് കൂട്ട് കിടന്നിട്ടില്ലേ നീ? കൺമുമ്പിൽ പൊരി വെയിൽ കിടന്ന് തിളയ്ക്കുമ്പോ ഉള്ളും പുറവും ഒരുപോലെ പൊള്ളും. അപ്പൊ ആ അസ്വസ്ഥത മാറ്റാൻ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഒറ്റമൂലിയില്ലേ? ഇത്തിരി നേരം കണ്ണടച്ചങ്ങോട്ട് നിൽക്കും. അപ്പൊ മനസ്സിൽ തെളിയും ഒരു പച്ചപ്പ്, ജന്മനാടിന്റെ പച്ചപ്പ്. പിന്നെ കൂടപ്പറപ്പുകളുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുഞ്ചിരിക്കുന്ന മുഖവും. അത് മതി സന്തോഷാവാൻ. പക്ഷെ ഒക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നടാ? നമ്മൾ കാരണം തന്നെ എല്ലാവരുടെയും മുഖം മങ്ങിയ പിന്നെ ഈ ജീവിതത്തിന് എന്ത് അർത്ഥമാടാ ഉള്ളത്? ഒരു കണക്കിന് നമ്മളൊക്കെ വിഡ്ഢികളാ. ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ഗൾഫിലാണെങ്കിലും നേരത്തെ കല്യാണം കഴിക്കും, എന്നിട്ട് പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകും. അതിലൊരു കുഞ്ഞുണ്ടായാൽ അതിന്റെ മുഖം ഒന്ന് കാണാൻ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഒന്നുകിൽ ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ. നമുക്കൊക്കെ അവസാനം എന്താടാ ബാക്കിയാവുക? ഇത്തിരി പ്രഷർ, ഇത്തിരി ഷുഗർ, പിന്നെ കണ്ണടയണ കാലം വരെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വീടിന്റെ പൂമുഖത്തുതാ ഇതുപോലൊരു ചാരുകസേര. പേടിയാവണടോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. അതാ ഞാനും പറയണേ. ചന്ദ്രേട്ടൻ ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ? ഒരു പ്രശ്നമില്ല ചന്ദ്രേട്ടാ, ഒക്കെ നേരെയാവും.